ആശാസമരത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സർക്കാരിന് ഉദ്ദേശമില്ലേ? സമരത്തോട് മുഖം തിരിക്കുകയാണോ ഇപ്പോഴും സർക്കാർ? ന്യൂസ് ബസ്സിൽ നമുക്കൊപ്പം റിപ്പോർട്ടർമാർ വിശദവിവരങ്ങളുമായി ചേരുകയാണ്. ആദിൽ പാലോട്, സുനിഷ അയ്യല്ലൂർ, ടി വി പ്രസാദ് എന്നിവരാണ് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നത്. ആദ്യം ആശാസമരത്തിന്റെ വിശദമായ വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ആശാപ്രവർത്തകരുടെ സമരത്തിലെ തുടർ ചർച്ചകളിൽ അനിശ്ചിതത്വം. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിൽ പഠന സമിതിയെ നിയോഗിക്കാമെന്നാണ് സർക്കാർ നിലപാടെന്നും ആശാപ്രവർത്തകരെ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ലെന്നും ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. എന്നാൽ സമിതിയെ അംഗീകരിക്കില്ലെന്നും ഓണറേറിയം വർധനയിൽ ഉടൻ പ്രഖ്യാപനം വേണമെന്നും ആശാപ്രവർത്തകർ ആവശ്യപ്പെടുന്നു. മന്ത്രിയുമായുള്ള ചർച്ച പോസിറ്റീവാണെന്നും സമരം അവസാനിപ്പിക്കണമെന്നും INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖർ പറഞ്ഞു. ഈ 1000 രൂപ 7000 രൂപയാക്കി ഓണറേറിയം വർദ്ധിപ്പിച്ചത് ഏതെങ്കിലും ഒരു കമ്മിറ്റി പഠനം നടത്തിയിട്ടല്ല, അത് ഗവൺമെന്റാണ് വർദ്ധിപ്പിച്ചത്. അതേ രീതിയിൽ തന്നെ ഇപ്പോഴും വർദ്ധിപ്പിക്കാവുന്നതാണ്, വർദ്ധിപ്പിക്കേണ്ടതുമാണ്. എന്തിനാണ് അതിന് കമ്മിറ്റി? ഓണറേറിയത്തെ സംബന്ധിച്ച് 1 രൂപയുടെ വർധനവിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടു ഇപ്പോൾ ഒരു 3000 രൂപ വർദ്ധിപ്പിക്കുക, തുടർന്ന് അങ്ങോട്ട് ഒരു 3 മാസക്കാലം കഴിയുമ്പോൾ 2000, ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വർദ്ധിപ്പിക്കാമല്ലോ. അതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു 3000 രൂപ വർദ്ധിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇല്ല, പഠന സമിതിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു, ആ സമിതിയോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. മറിച്ച് ഓണറേറിയം വർദ്ധിപ്പിക്കാൻ പഠന സമിതിയുടെ ആവശ്യമില്ല. ഇന്നേ വരെ അങ്ങനെയല്ല വർദ്ധിപ്പിച്ചിട്ടുള്ളത്. സമരം ശക്തമായി തുടരും. സമരം ഓണറേറിയം വർദ്ധിപ്പിക്കാതെ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. കാരണം അവര് അവസാനം പറയേണ്ടി വന്നു, ഓണറേറിയം കൂട്ടാം, ഓണറേറിയം കൂട്ടുക തന്നെ ചെയ്യും. ഇതാണ് മന്ത്രിയുടെ വാക്ക്. പിന്നെ വിരമിക്കൽ ആനുകൂല്യം നിർബന്ധമായി കൊടുക്കും. അപ്പൊ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കും എന്ന് പറയുമ്പോൾ എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എവിടുന്ന് പണം ഉണ്ടാക്കണം, എന്താണ് അതിന്റെ പാക്കേജ്, ഇതൊക്കെ ഒരു വിശാലമായ ചർച്ച വേണ്ടേ? ഇതൊരു പ്രോസസിന്റെ ഭാഗമായിട്ടല്ല തീരുമാനിക്കാൻ പറ്റൂ. ഇതിനൊരു നല്ല അപ്രോച്ച് ഉണ്ടായി എന്നാണ് എന്റെ ധാരണ. 3 മാസത്തിനകം അതിന്റെ റിപ്പോർട്ട് വന്ന് യൂണിയനുകളുമായി സംസാരിച്ച് നടപ്പാക്കും. അതിനേക്കാൾ ബെറ്റർ പാക്കേജ് അവർ പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളത് നേടിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. നേടിയെടുക്കാനുള്ള പോസിറ്റീവ് അപ്രോച്ച് വരുമ്പോൾ നമ്മൾ അതിന് ഒരവസരം കൊടുക്കണമെന്നുള്ള നിലപാടാണ് ആദിൽ പാലോട് ചേരുന്നുണ്ട് തത്സമയം ആശാ സമരത്തിനടുത്തു നിന്ന്. ആദിൽ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്രയധികം ദിവസം നീണ്ടുനിന്ന ഒരു സ്ത്രീ തൊഴിലാളി സമരം വേറെയില്ല. അങ്ങനെ ഒരു പ്രാധാന്യം ഇതിനുണ്ട്. സ്ത്രീകൾ ഈ പറയുന്നത് പോലെ മഞ്ഞും മഴയും വെയിലും ഒക്കെ കൊണ്ട് ആ തെരുവിൽ തന്നെ അവർ ശക്തമായ ആവശ്യങ്ങളുമായി തുടരുകയാണ്. ഈ സമരത്തിന്റെ പല ഘട്ടങ്ങളും നമ്മൾ കണ്ടു. പല നേതാക്കളും ആ സമരപ്പന്തലിലേക്ക് ഒഴുകുന്നത് നമ്മൾ കണ്ടു. അപ്പുറത്ത് ഭരണപക്ഷത്ത് നിന്ന് ഈ സമരത്തിനെതിരെ പല പ്രയോഗങ്ങളും നടത്തി പല നേതാക്കളും രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. എന്തായാലും തുടക്കം മുതൽ ഇതുവരെയും ഒരേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ സ്ത്രീകൾ, തൊഴിലാളികൾ അവിടെ സമരം തുടരുകയാണ്. പക്ഷേ ഒറ്റ ചോദ്യമേ ഇനിയുള്ളൂ, ഇതെത്ര ദിവസം ഇങ്ങനെ പോകും? എന്താണ് ഇനിയിപ്പോ ഇതിൽ സംഭവിക്കാനുള്ളത്? സർക്കാർ ഇന്നലെ ആശാപ്രവർത്തകരോട്, ആശാ തൊഴിലാളികളുടെ വിവിധ സംഘടനകളെ വിളിച്ച യോഗത്തിൽ കൃത്യമായി നിലപാട് പറഞ്ഞത് ഇക്കാര്യത്തിൽ ഓണറേറിയം വർധന അടക്കമുള്ള വിഷയത്തിൽ ഒരു പഠന സമിതിയെ നിയോഗിക്കാമെന്നുള്ളതാണ്. പക്ഷേ ആശാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, സമരമിരിക്കുന്ന ആശാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓണറേറിയം വർധന പ്രഖ്യാപിക്കാതെ ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നതാണ് ആശാപ്രവർത്തകരുടെ നിലപാട്. തിരുവനന്തപുരത്ത് നല്ല മഴയാണ്. ഈ മഴയത്തും ആശാപ്രവർത്തകർ സമരം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ടാർപോളിന്റെ അടിയിലും ചെറിയ ചെറിയ കൊടയുടെ കീഴിലുമൊക്കെ നിന്ന് സമരം ചെയ്യുകയാണ് ആശാപ്രവർത്തകർ. ഏതായാലും ആ നിലയിൽ സമരം ചെയ്യുകയാണ് ആശാപ്രവർത്തകർ. നിങ്ങളുടെ ദൂരത്തിന് കൊള്ളയ്ക്ക് പണമുണ്ടല്ലോ ഖജനാവിൽ, പണമുണ്ടല്ലോ ഖജനാവിൽ. വിധത്തിൽ സമരം തുടരുകയാണ്. ഇവിടെ ഒരു വശത്ത് കാണാം ടാർപോളിന്റെ താഴ്ഭാഗത്ത് നിന്ന് സമരം നടത്തുകയാണ്. ഇവിടെ ആശാപ്രവർത്തകർ ഒരു കൈകൊണ്ട് ഇതിങ്ങനെ താങ്ങിയിരിക്കുകയാണല്ലേ? അതെ അതെ, ഈ പെരുമഴയത്ത് നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് കണ്ണു കണ്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. അവർക്ക് മക്കളില്ലേ? അവരുടെ മക്കളായിരുന്നെങ്കിൽ അവരിതുപോലെ സഹിക്കുമായിരുന്നു. ഈ പെരുമഴയത്ത് ഞങ്ങൾ 54 ദിവസം കൊണ്ട് മഴയത്തും വെയിലത്തും നിർത്തി ഞങ്ങൾക്കിനി സഹിക്കാൻ കഴിയില്ല. ഞങ്ങൾ എന്ത് ചെയ്തിരുന്നാലും, ഏത് ഭീഷണി വന്നിരുന്നാലും ഞങ്ങൾ ഈ മണ്ണിൽ നിന്ന് പിന്മാറില്ല. ഞങ്ങളുടെ അവകാശങ്ങളാണ് ചോദിക്കുന്നത്, ഔദാര്യമല്ല ചോദിക്കുന്നത്. നമ്മുടെ അവകാശങ്ങൾ നേടിയെടുത്തതിന് ശേഷം. എത്ര പ്രായമായി? എനിക്ക് 57 വയസ്സായി. ഞങ്ങളുടെ അവകാശം 18 വർഷം ഞാൻ ആശയായിട്ട് കയറിയിട്ട്
ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ഈ മണ്ണിൽ നിന്ന് പോവുകയുള്ളൂ. എന്താ ചേച്ചി ഈ മഴയത്തിരിക്കുകയാണല്ലോ, എന്തുകൊണ്ട് ഞങ്ങൾ ഭരണത്തിലാക്കിയ ഒരു മന്ത്രിക്ക് ഞങ്ങളുടെ അവസ്ഥ കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? ഞങ്ങൾ ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഇവിടെ ആയിരുന്നിട്ട് ഈ മഴയത്തും വെയിലത്തും ഈ 54 ദിവസം കൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ട് ഞങ്ങളെ കാണാൻ പറ്റുന്നില്ല? കനത്ത മഴയാണ് ഇവിടെ എന്ന് നമുക്ക് കാണാം. ഈ വശത്തുകൂടി കുത്തി മഴ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. അമ്മ എവിടെന്നാ വരുന്നേ? ഞാൻ തിരുവനന്തപുരത്തുള്ളതാണ്. എത്ര പ്രായമായി? 60 വയസ്സായി. ഇതിങ്ങനെ ജോലി ഇങ്ങനെ വന്നിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടില്ലേ? മഴയും മറ്റു കാര്യങ്ങളും ഉണ്ട്. വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. രണ്ടിലൊന്ന് കണ്ടിട്ടേ പോവുള്ളൂ. എന്തായാലും ഈ ഓണറേറിയം കൂട്ടാതെ പിരിഞ്ഞു പോകൂല. ഇല്ല അതുകൊണ്ട് അങ്ങനെ പോകും. ഞങ്ങൾ 54ാമത്തെ ദിവസം ഓണറേറിയം കിട്ടണം. ഞങ്ങൾക്ക് പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് 5 ലക്ഷം കിട്ടണം. ചെറുതാണെങ്കിലും ഞങ്ങൾക്ക് പെൻഷൻ കിട്ടണം. കൃത്യമായ നിലപാടാണ്. ഇവിടെ സമരക്കാർ ഇവിടെ കൂടി നിന്ന് ഈ മഴയത്ത് മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന കാഴ്ചയാണ്. ഈ സമരത്തിന്റെ ഭാഗമായി മുടി വടിച്ചതല്ലേ? ഇതിന്റെ സമരത്തിന്റെ ഭാഗമായി മുടി വടിച്ചതാണ്. എന്താ ഈ മഴയത്തും ഇങ്ങനെ നിന്ന് സമരം ചെയ്യാണ്? എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല സാറേ. എന്താണ് ഇവര് ഞങ്ങളായിട്ട് പഠിച്ച പാടുന്നത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ എന്ത് ദ്രോഹം അവർക്ക് ചെയ്തെന്ന് പറഞ്ഞൂടാ. 232 രൂപയ്ക്ക് അതിനുവേണ്ടി അത് കൂട്ടിത്തരാൻ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഈ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പന്തടിക്കുന്നത്. രണ്ടുപേർ കേന്ദ്രവും ആരോഗ്യമന്ത്രിയുടെ നിലപാടിന് എങ്ങനെയാണ്? ഞങ്ങൾ ഇനി ഒരു വിലയും കൊടുക്കൂല. എന്താന്ന് വെച്ചാൽ ഇത് ഇന്നലെ കൂട്ടി 4 പ്രാവശ്യമാണ് 3-4 പ്രാവശ്യമായി ചർച്ചയ്ക്ക് വിളിച്ചിട്ട്. ഇവരെന്തിനാ ബോൾ തട്ടി കളിക്കാനാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത്? ഇതിലപ്പുറം ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതിലപ്പുറം ഞങ്ങൾ ഇതിലാരെങ്കിലും ആത്മഹത്യ ചെയ്യണോ? ഇതിലാരെങ്കിലും മരിക്കണോ? മരിച്ചാലും അവർ തിരിഞ്ഞു നോക്കോളാം. എന്താ സാറേ ഞങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു ആശയം ഒരു കുടുംബത്തിൽ നിന്ന് ഒരു അംഗം മരിച്ച് ഇവിടെ വീണാലും അവർ വരുമല്ലോ. അവർക്ക് എന്താ ഞങ്ങൾ എന്താ കൂടുതൽ ചോദിച്ചത്? ഞങ്ങൾ കൂടുതലൊന്നും ചോദിച്ചില്ലല്ലോ. 7,000 രൂപയാണ് 21,000 രൂപ. മഴയാണ്. നിങ്ങൾ ഈ പ്രായം അനുസരിച്ച് നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട്. മരിക്കട്ടെ സാറേ, മരിക്കട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടി ഈ എല്ലാ ആശമാർക്ക് വേണ്ടി ഒരാൾ മരിച്ചാൽ അത്രയും നല്ലതാ. ഞാൻ അന്ന് മുണ്ടനം ചെയ്തവൻ ഞാൻ പറഞ്ഞു ഞങ്ങളെ തിരിഞ്ഞു നോക്കി ഞങ്ങളുടെ കാര്യങ്ങൾ നേടിയില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങൾ അവർ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇവിടെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞങ്ങൾ പറഞ്ഞു. ഒന്നിന് മരിക്കണമെങ്കിൽ ഇവിടെ കുറഞ്ഞ് മരിക്കും. ഇല്ലെങ്കിൽ അവർ ഞങ്ങളുടെ അവകാശങ്ങൾ തരണം. ഞങ്ങൾ 21,000 രൂപ ഓണറേറിയം ചോദിച്ചു. ഞങ്ങൾ 62 വയസ്സിൽ പറഞ്ഞു വിടുമ്പോൾ 5 ലക്ഷം രൂപ ചോദിച്ചു. അപ്പൊ ചോദിച്ചോടനെ എല്ലായിടത്തും തരുമോ? മാന്യമായ രീതിയിൽ അവർ സംസാരിച്ച് അത് ഒതുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും സ്ത്രീ ആശവരിൽ ആരെങ്കിലും ഒരാൾ ഇവിടെ മരിക്കും. ഇന്ന് ഈ തണുപ്പിന് മൊത്തം ഞാൻ നിൽക്കും. ഏതായാലും ആ വിധത്തിൽ സമരം തുടരുകയാണ്. കനത്ത മഴയാണ്. ഈ കനത്ത മഴയ്ക്കിടയിലാണ് ഈ മുദ്രാവാക്യങ്ങൾ മുഴക്കി ആശാപ്രവർത്തകർ സമരം നടത്തുന്നത്. 100ഓളം ആശാപ്രവർത്തകർ ഇവിടെ ഇപ്പോൾ ഈ സമയത്തുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ കനത്ത മഴ പെയ്യുന്നതിനിടെയാണ് ആശാപ്രവർത്തകർ ഒരു വശത്ത് ഈ വിധത്തിലുള്ള സമരവും തുടരുന്നത്. റോഷൻ, എന്തായാലും മഴ കൊണ്ട് തന്നെയാണ് അവർ ഇപ്പോഴും അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക്